എന്താണ് കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ 30 വർഷം കൊണ്ട് പഠിപ്പിച്ച കുട്ടികളായി ഈ റോഡിൽ പഠിച്ചുകൊണ്ട് പോകുന്നത്. ചില കുട്ടികൾക്ക് ചില വീട്ടുകാർക്ക് മക്കൾക്ക് വണ്ടി കൊടുക്കാൻ പേടി വരും. ഭംഗിക്ക് വേണ്ടി പഠിച്ച് ലൈസൻസ് എടുത്ത് വെച്ചേക്കും. ആ കുട്ടികളെയും ഞങ്ങൾ നല്ല രീതിയിലാണ് പഠിപ്പിച്ച് വിടുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് പ്രാക്ടീസ് വേണം. ചില കുട്ടികൾ മനധൈര്യത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ചില കുട്ടികൾക്ക് പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങളെടുത്ത് വരും. നമ്മൾ മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓട്ടിക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജീവിതം ഇതുകൊണ്ടാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. കാര്യം ഇനിയും ഉണ്ട് ഒരുപാട് പേര് കരകയറി വരാൻ. കുഞ്ഞുങ്ങൾ ചെറുതുണ്ട്, ജീവിതത്തിൽ ഒരു കിടക്കാട ഇല്ലാത്തവരുണ്ട്, ഒരു സെൻറ്റ് ഭൂമി ഇല്ലാത്തവരുണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ കിട്ടുന്നു, അവർ കുട്ടിയെ ചിലവാക്കുന്നു, തീരുന്നു. ഇങ്ങനെ ഉള്ളൂ ഈ ഫീൽഡിൽ. ഇതിൽ കോടി ആരും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. പക്ഷെ കോടി ഉണ്ടാക്കുന്നവർ പണ്ടേ തലമുറയെക്കാട്ട് സ്വത്തുള്ളവരായിരിക്കും കോടി ഉണ്ടാക്കുന്ന. ഈ സാധാരണ സ്കൂളിൽ ഇറങ്ങി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായാലും മാഷന്മാർക്കായാലും അവരൊക്കെ അവരോരോ കാര്യം. പിന്നെ സ്റ്റാഫുകളുണ്ട്, അവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. മുതലാളിമാരുണ്ട്, അവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇതിനെ ഇപ്പോഴും വന്ന പാർട്ടി കയറി അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിപ്പം സാറ് കയറി, എനിക്ക് ഗണേഷ് സാറിൻ്റെ ഒരു വിരോധമില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സാറ്. ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ സാർ ഒരു വേല ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാറ് ചെന്ന് നല്ല ഇലയിട്ടിട്ട്, വാഴ ഇല ഇട്ടിട്ട് സത്യ വിളമ്പിട്ട് അതിൻ്റെ അറ്റത്തൊരു സാധനം സാറ് വെച്ച് കൊടുത്തു. ഇപ്പോഴും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് ചെയ്തത് നല്ല കാര്യം. ഇതിനകത്ത് CAT സംഘടനക്കാരുണ്ട്. ഇവരാരും ഒന്നിനും ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൂടെ? ഒരു പക്ഷേ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം. പക്ഷെ പഴയ ഈ പഠിപ്പിപ്പുകാരാ എന്ത് ചെയ്യും? അത് നിങ്ങളിന്ന് പത്രം വായിച്ചില്ലേ? പറഞ്ഞുണ്ടല്ലോ. അപ്പോൾ ബിരുദം എടുക്കുന്നവരൊക്കെ മതിയോ? അപ്പോൾ ഈ സാധാരണ ഇങ്ങനെ ജീവിച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചവരെ എന്ത് ചെയ്യും? കടലിൽ കൊണ്ടിടുമോ സാറ്? ഇടുമോ? സാർക്ക് നിങ്ങളപ്പോൾ നിങ്ങളുടെ ഒരു ഈ ഡ്രൈവിംഗ് ആശാന്മാരുടെ സംഘടന, ടീച്ചേഴ്സ് സംഘടനകളുണ്ടല്ലോ, ഈ സംഘടനയ്ക്ക് ഇതിനകത്തുള്ള അഭിപ്രായം എന്താ? എൻ്റെ പൊന്നു കുട്ടി, എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല, മോളെ പ്രായം പോലും ഇല്ല. പിന്നീട് സംഘടനക്കാർ തന്നെ ഇതിനെ കുഴച്ചത്. ഇന്ന് നേരെയാക്കും, നാളെ നേരെയാക്കും, മറ്റന്നാൾ നേരെയാക്കും എന്നും പറഞ്ഞ് ഇതിലുള്ള ആൾക്കാരെ എല്ലാം പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ വിജയിച്ചുകൊണ്ട് പോവും. ഇങ്ങോട്ട് കീഴേറ്റത്ത് കിടക്കുന്നവർ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കരയണ്ട. ഞാൻ ഇവരുടെ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഞാൻ CAT-യിലായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ആ അച്ഛൻ്റെ ബ്ലഡല്ലേ ഞങ്ങൾക്ക് ഓടുള്ളൂ. അപ്പം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടല്ലേ പോവുള്ളൂ. ഇപ്പം അല്ല, ഒരു പാർട്ടിയിലും ഇല്ല. എനിക്ക് ഒരു പാർട്ടിയും വേണ്ട. കാര്യം വെറുത്തുപോയി. കാര്യം ഇതുപോലെ ഓരോരുത്തർ കയറുമ്പോൾ ഓരോ രീതിയാണ്. അപ്പോൾ ഈ സംഘടനക്കാരോ കൂടെ ഞാനും ഉണ്ടായിരുന്ന മേഖലാ സെക്രട്ടറി എന്തൊക്കെ ആക്കിയെന്നൊക്കെ പറയണമായിട്ട് ആക്കി വെച്ചുകൊണ്ടിരുന്നു. ഞാനും പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ഇവരുടെ പോക്ക് ശരിയല്ലെന്നറിഞ്ഞപ്പോൾ എന്നെ മാറ്റിയില്ല. ഞാൻ വാട്സപ്പ് വഴി ഇതേപോലെ തെറി പറഞ്ഞു, വിളിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി. മനസ്സിലായോ? എൻ്റെ ആരും മാറ്റാൻ വന്നില്ല, ഞാൻ ഇറങ്ങിപ്പോയി. കാര്യം ഒരാപത്തിന് ഉപകരിക്കില്ല, ഒന്നിനും ഉപകരിക്കാത്ത സംഘടനക്കാർ. ഇവർ ചുമ്മാ ഒരു സെക്കൻഡ് സാറ്റർഡേ വിളിച്ച് കൂട്ടും, പിരിവുണ്ടെങ്കിൽ എടുക്കും, അങ്ങോട്ട് പോകും, ചായ കുടിക്കും, അല്ലെങ്കിൽ വെള്ളം അടിക്കാൻ പോകും, അങ്ങ് പോകും. മറ്റുള്ള പെണ്ണുങ്ങൾ വിഡ്ഢികളായി പോണ്. മനസ്സിലായ? ഈ സംഘടനയ്ക്കകത്തുള്ളത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ വരെ അതിനകത്ത് അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. CAT-യിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതേ പക്ഷം പിന്നീട് INDC എന്ന് ഉണ്ടായിരുന്നു. ഞാൻ അതിലുണ്ടായിരുന്നു. അതിൽ KG ഡ്രൈവിംഗ് സ്കൂളിലെ KG സാറ്. അല്ലല്ല, അതിന് മുമ്പ് അതിലായിരുന്നിട്ട് അതിലിരുന്നപ്പം സാർ ഏത് പ്രശ്നം അതിപ്പം പോയി. സാർ ഏത് നിന്നാലും സാർ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ആശുപത്രി കിടന്നാൽ, ഹോസ്പിറ്റലിൽ കിടന്നാൽ അവരെ ഇടപെട്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെയൊക്കെ കൊണ്ട് അവർക്ക് വല്ലതും കൊടുപ്പിച്ച് എന്ത് കേസ് വന്നാലും സാർ അതിന് നിൽക്കുന്ന ആളാണ്. ആന്റണി രാജു ഇരുന്നപ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങൾ, ആന്റണി സാർ ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. സാറായിരുന്നു നല്ലത്. ഇപ്പം ഗണേഷ് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല എന്നല്ല പറയുന്നേ. ഈ നമ്മളെ ബുദ്ധിമുട്ടിച്ചു, നമ്മളെ വെള്ളത്തിൽ നമ്മളെ കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിട്ടു. സാർ എന്തിനാ അത് ചെയ്തേ? എത്രയോ ജീവിതങ്ങൾ ജീവിക്കാൻ കിടക്കുന്ന എത്രയും മക്കൾ കിടക്കുന്നു. എല്ലാ ആൾക്കാരും കൂടി ഡ്രൈവിംഗ് സ്കൂൾ
നിവർത്തിയില്ലാത്തവരെല്ലാം കൂടി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പ് ചെന്ന് കിടന്നാൽ എന്ത് ചെയ്യും?